കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മപരിശോധന നടത്തണമെന്ന് പി പ്രസാദ്. മുൻ MLA-മാർ പാർട്ടി വിട്ടതിൽ ആത്മപരിശോധന നടത്തണമെന്നാണ് പി പ്രസാദിന്റെ പ്രതികരണം വരുന്നത്. ജി സുധാകരന്റെ വിഷയത്തിൽ നിലപാട് പറയാൻ എനിക്ക് ബാധ്യതയുണ്ടെന്നും പ്രസാദ് മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിൽ പറഞ്ഞു. ജി സുധാകരൻ പോകുന്നത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ നിലപാടുണ്ടാകണം, അത് പറയേണ്ടിടത്ത് പറയുകയും വേണമെന്നും പി പ്രസാദ് പറഞ്ഞു. പി പ്രസാദ് ഇവിടെ വളരെ ഈ ചൂടിലും വളരെ ആവേശത്തോടെ ഉല്ലാസവാനായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താണ്. ചേർത്തലയിൽ അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല, പേരെടുത്ത് വിളിക്കാവുന്ന ബന്ധങ്ങളുണ്ട് എല്ലാവരെയും. അപ്പൊ പിന്നെ മത്സരത്തിലും ആ ആത്മവിശ്വാസത്തിലാണ്. ഈ ചൂടൊന്നും തളർത്തുന്നൊന്നുമില്ല അല്ലേ? തളർത്തുന്നില്ല. ഞാൻ ഈ 5 കൊല്ലവും ഔദ്യോഗികമായ ജോലിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്ത് നിന്ന് ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതല്ല, ഇവിടെ അത്രമേൽ ഒരു സ്നേഹമുള്ള ജനതയാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഞാൻ ബന്ധപ്പെട്ടു. ഒരു ജനപ്രതിനിധി അങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ പേരിലാണ് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് മാതൃകകളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രസാദിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടേക്ക് വരുന്നുണ്ട്. ഞാൻ അമ്പലപ്പുഴയിൽ അല്ലാതെ പിന്നെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്തലയിലായിരിക്കും. 2 മീറ്റിങ്ങിലെങ്കിലും പ്രസംഗിക്കും, പ്രസാദിനെ തോൽപ്പിക്കാനെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല? അത് എനിക്ക് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹം LDF-നെതിരായിട്ടാണല്ലോ മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇതിലുണ്ടോ. എന്നോടൊരു വ്യക്തിപരമായി അദ്ദേഹത്തിനൊരു അകൽച്ച തോന്നേണ്ട ഒരു കാര്യം എന്താണെന്നറിയില്ല. CPIM-ഉമായിട്ട് അദ്ദേഹത്തിനുള്ള പ്രശ്നം CPIM-ൻ്റെ ആഭ്യന്തര പ്രശ്നം തന്നെയാണ്. അതിനകത്ത് ഞങ്ങളാരും കക്ഷി ചേരുകയോ ഇടപെടുകയോ ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ എന്നാൽ അദ്ദേഹം LDF-നെതിരായ ഒരു മത്സര രംഗത്തേക്ക് വരുന്നത് ഒരു രാഷ്ട്രീയമായ ശരിയായ കാര്യമല്ല എന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതായിരിക്കും അദ്ദേഹത്തെ ഇത്രമേൽ പ്രകോപിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നു ബിനോയ് വിശ്വം പോലും പറഞ്ഞില്ല, വേറെ ആരും പറഞ്ഞില്ല, മന്ത്രി പി പ്രസാദ് മാത്രമാണ് പറഞ്ഞെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷമം. അദ്ദേഹം പിണറായി വിജയൻ ഗവൺമെൻറ്, പിണറായി വിജയൻ 3ാമതും വരും എന്ന് പറഞ്ഞ് എത്ര വേഗത്തിലാണ് അദ്ദേഹം തിരുത്തിയത്. ആ തിരുത്തേണ്ടി വന്നില്ല. ഒരു രാഷ്ട്രീയ നിലപാട് അദ്ദേഹം പറയേണ്ടി വരികയില്ലേ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനം അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതിനകത്ത് ഇന്നതുപോലെ ആയിരിക്കണമെന്ന് പറയാൻ പി പ്രസാദിന് ഒരവകാശവും ഇല്ല. CC മൂന്തനായാലും ശരി, അങ്ങനെ ഒരുപാട് ആരോപണ മുനയിൽ ഇടതുപക്ഷം നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും പേർ ഒന്നിച്ചു പോയി? എല്ലാവരുടെയും മനസ്സുകൾ നമുക്ക് കണ്ടെത്താൻ, വായിച്ചെടുക്കാൻ പ്രയാസമാവുന്നുണ്ട്. പണ്ടൊക്കെ തുറന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്താണ് അവരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകവും എത്ര ആലോചനയും പിടികിട്ടുന്നില്ല. ഞങ്ങൾ തന്നെ ഒരു നല്ല പരിശോധന നടത്തേണ്ടതുണ്ടെന്നുള്ള സത്യസന്ധമായ കാര്യം തന്നെയാണ്. സാധാരണ സഖാക്കൾക്കും പ്രവർത്തകർക്കും ഒന്നും ഒരു കുഴപ്പവുമില്ല. അവരുടെ ഉണ്ടെങ്കിൽ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല. കിട്ടിയവർക്കാണ് പ്രശ്നം, അവസരങ്ങൾ കിട്ടിയവർ. ഇപ്പോൾ CPI ഇക്കാര്യത്തിലൊക്കെ വളരെ നിഷ്ഠ പുലർത്തുന്ന പറയുന്നത്. ഇപ്പോൾ മന്ത്രിമാർ ഇപ്പോൾ ഇത്തവണ 4 മന്ത്രിമാരും മത്സരിക്കുന്നുണ്ട്. പക്ഷേ CPI ഒരിക്കലും മന്ത്രിമാരെ സാധാരണ നിലയിൽ ഒരു സെറ്റ് 4 മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാരാണ്. നമ്മൾ ആ ഒരു പാറ്റേൺ ആണ് പുലർത്തുന്നത്. ഞാനിതൊന്നും അല്ല എങ്കിൽ എനിക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരേണ്ടത്? തിരിച്ചങ്ങോട്ടും എല്ലാ ആശംസകളും.